ശബരിമല സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിന്റെ ചുമരുകളിൽ ചിത്രം വരച്ച് ശ്രദ്ധേയനായി പത്തനാപുരം സ്വദേശിയായ മനുവിന്റെ ചിത്രങ്ങൾ ഭക്തരുടെ ആകെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. റിപ്പോർട്ടിലേക്ക്. ജന്മന മുട്ടിനു താഴെ വലതുകൈ ഇല്ലാത്ത ആളാണ് മനു എന്ന 40-കാരൻ. പരിമിതികളെ അതിജീവിച്ച് ഇടംകൈ ഉപയോഗിച്ചാണ് മനു അയ്യപ്പചരിതം രചിക്കുന്നത്. മണികണ്ഠനെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തത് മുതലുള്ള വിവിധ ഘട്ടങ്ങളിലെ ചിത്രങ്ങളാണ് അക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് മനു വരയ്ക്കുന്നത്. ഒരാഴ്ച മുമ്പ് സന്നിധാനത്തെത്തിയ ഇദ്ദേഹം 4 ചിത്രങ്ങൾ പൂർത്തിയാക്കി. എൻ്റെ ഉപജീവന മാർഗമായ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് എഴുത്താണ് എൻ്റെ ഉപജീവന മാർഗമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ശ്രീ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അപ്രകാരം ദശാവതാരം എന്ന ചിത്രമാണ് വരയ്ക്കേണ്ടത് അവിടെ. അങ്ങനെ ദശാവതാര ചിത്രം വരയ്ക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഞാൻ പറയുകയുണ്ടായിരുന്നു, ഇടത് കൈ കൊണ്ട് വരച്ചാൽ ഭഗവാന്മാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചായിരുന്നു. അന്ന് വിഷമത്തോടായിരുന്നു ചോദിച്ചത്. പക്ഷേ ആ ചോദ്യം ഇന്ന് അയ്യപ്പ സന്നിധിയിൽ വരെ കൊണ്ടെത്തിച്ച്. ദിവസം ഒന്നെന്ന നിലയിൽ 25 ചിത്രങ്ങൾ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറുപ്പം മുതലേ ചിത്രങ്ങൾ വരയ്ക്കുന്ന മനു കൊട്ടാരക്കരയിലെ രവിവർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ചിത്രരചന പഠിച്ചത്. ജീവിത പ്രതിസന്ധികൾക്കിടെ വിടവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുമരുകളിൽ ചിത്രം വരയ്ക്കാൻ അവസരം ലഭിച്ചതാണ് വഴിത്തിരിവായത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ചിത്രം വരയ്ക്കുന്നത് കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് TS പ്രശാന്ത് ഇദ്ദേഹത്തിന് ശബരിമലയിൽ ചിത്രം വരയ്ക്കാൻ അവസരം നൽകുകയായിരുന്നു. മണ്ഡലകാലത്തിന് മുൻപ് ചിത്രങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് മനുവിന്റെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.